എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. വെൽക്കം. ടുഡേസ് ക്ലാസ് ഈസ് ഓൺ ഇലക്ട്രിസിറ്റി. ഇത് എൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ AC അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കറണ്ട്. ഇലക്ട്രിസിറ്റിയുടെ അടിസ്ഥാനം പ്രകൃതിയിൽ മിന്നലാണ് ഇലക്ട്രിസിറ്റി കാണുന്നത്. വീടുകളിൽ ഇലക്ട്രിസിറ്റി കിട്ടുന്നത് വയറുകളിൽ നിന്നാണ്. വയറുകളിൽ കോട്ടിംഗ് നൽകുന്നത് നമുക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാനാണ്. വെള്ളം ഒഴുകുന്നത് പോലെയാണ് കറണ്ട് പ്രവഹിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി ടാപ്പ് ഉപയോഗിക്കുന്നു. വീട്ടിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിൻ്റെ നിയന്ത്രിക്കുന്നത് സ്വിച്ച് മുഖാന്തരമാണ്. AC എന്നാൽ ഓട്ടോമാറ്റിക് കറണ്ട്. AC എന്നാൽ കടലിലെ തിരമാല പോലെയാണ് AC പ്രവർത്തിക്കുന്നത്. ഓരോന്നിൻ്റെ രാസനാമങ്ങൾ. V എന്നാൽ വോൾട്ടേജ്, പ്രഷർ. I എന്നാൽ കറണ്ട് ഫ്ലോ റേറ്റ്. R എന്നാൽ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. നമ്മളിപ്പോൾ ഒരു സിറിഞ്ച് എടുത്താൽ ആ സിറിഞ്ചിൻ്റെ അടിവശത്ത് നിന്ന് പുഷ് ചെയ്യുന്ന ഈ ഭാഗമാണ് വോൾട്ട് എന്ന് പറയുന്നത്. ആ സൂചിയുടെ നീളമാണ് ഓംസ് എന്ന് പറയുന്നത്. അതിലൂടെ പ്രവഹിക്കുന്ന ലിക്വിഡിൻ്റെ അളവിനെയാണ് ആംപിയർ എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ വയറിൽ പ്രൊട്ടക്ഷൻ വരുന്ന നമുക്ക് എർത്തടിക്കാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷൻ വെച്ചതാണ് കോട്ടിങ്. ഷോക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി വെച്ചത്. ഇതാണ് സർക്യൂട്ട്. അതിൽ ഓണാക്കാം. ഇത് ടെസ്റ്റർ. ഇവിടെ ഫേസും ഇവിടെ ന്യൂട്രലും ഇവിടെ എർത്തുമാണ്. എപ്പോഴും ഫേസിലൂടെ മാത്രമാണ് ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്നു. ഇവിടെ രണ്ടോടെയും വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടാവില്ല. ഇവിടെ വെച്ചാൽ മാത്രം ടെസ്റ്റർ വൈദ്യുതി ഉണ്ടെന്ന് പ്രകാശിക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നത് അടുത്താഴ്ച. എപ്പോഴും നമ്മുടെ വീഡിയോ അടുത്താഴ്ച ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഇവരുടെ ഈ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.